പറയുന്നത്. അതായത് ഗുജറാത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു ഷേപ്പ്. ആ ഒരു ഭാഗത്താണ് ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. ഈ ദ്വാരകയുടെ ഭൂമിയുടെ ലെവൽ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1/2 അടി മാത്രമാണ് ഈ ഒരു ഭൂമിയുടെ ഉയരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 6 തവണ ഈ ഒരു നഗരത്തെ കടൽ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനോട് അടുത്ത് തന്നെയായിട്ട് ഒരു ദ്വീപ് കൂടിയുണ്ട്. ഓക്ക എന്ന ഭാഗത്തായിട്ട് ഒരു ദ്വീപ് കൂടിയുണ്ട്. ബേത് ദ്വാരക എന്നാണ് അതിനെ പറയുക. ബേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ദ്വീപ് എന്നാണ് അർത്ഥം വരുന്നത്. ആ ദ്വീപിനകത്ത് ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. നമ്മൾ അവിടേക്കും യാത്ര ചെയ്യുന്നുണ്ട്. കടലിലൂടെ തന്നെയാണ് ആ ഒരു യാത്രയും. അപ്പോൾ അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പൗരാണിക ഭാരതത്തിലെ പ്രധാനപ്പെട്ട 7 നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ ദ്വാരക എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ വാരണാസിയാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ദേവനഗരി ദ്വാരകയിലെ ആദ്യത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയാണ് നമ്മൾ അഹമ്മദാബാദിൽ നിന്നും ട്രെയിനിൽ കയറിയത്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആവാറായിട്ടുണ്ട്. ആ ഒരു ടൈമിലുള്ള എന്നെ ഈ ദ്വാരകയിലേക്ക് നമ്മളെ ഈ ദ്വാരകയിലേക്ക് വെൽക്കം ചെയ്ത ഈ വിഷ്വൽസ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ച. ഞാൻ ഇത്രയധികം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും ഇങ്ങനെ ഇത്രയും മനോഹരമായൊരു കാഴ്ച എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ട്രെയിനകത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം ശ്രീകൃഷ്ണ ഭഗവാന്റെ രാജധാനിയിലേക്ക് കാലെടുത്ത് വെക്കാറായിട്ടുണ്ട്. മനോഹരമായൊരു കാഴ്ചയോടുകൂടി തന്നെയാണ് നമ്മുടെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. രാജധാനിയിലേക്കുള്ള ആ ഒരു എൻട്രിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സും ശരീരവും വളരെയധികം സന്തോഷിക്കുന്ന ഒരു നിമിഷം പോലെ എനിക്ക് തോന്നി ഇവിടെ എത്തിയപ്പോൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവിടെ ഒരു ദ്വീപുണ്ട്. അവിടേക്കാണ് നമ്മളുടെ ആദ്യത്തെ യാത്ര. നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു ദ്വീപൊക്കെ കാണിച്ചു തന്നിരുന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ മാപ്പിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കാണിച്ചു തന്നത്, എങ്ങനെയാണ് എവിടെയാണെന്നുള്ളതൊക്കെ അറിയാനായിട്ട്. ആദ്യം ഇവിടുത്തെ മെയിൻ ക്ഷേത്രം എന്ന് പറയുന്നത് ദ്വാരകാധീശ് ക്ഷേത്രമാണ്. അതിൻ്റെ കഥകളും ചരിത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ദ്വാരകാധീശ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അതിൻ്റെ ശ്രീകോവിലിൻ്റെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 നിലകളിലായിട്ടാണ് ആ ഒരു കോവിലുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും അവിടുത്തെ പ്രതിഷ്ഠയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ ദേവഭൂമി ദ്വാരകയിലേക്ക് നമ്മൾ ഇറങ്ങാണ്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് നേരത്തെ ഞാൻ കാണിച്ചെന്ന ദ്വീപിലേക്കാണ്. അതായത് ഓക്ക തുറമുഖത്തുള്ള ബേത് ദ്വാരക എന്ന് പറയുന്ന ആ ഒരു ദ്വീപിലേക്ക്. അവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അതായത് നേരത്തെ നമ്മൾ ആ വരുമ്പോൾ കണ്ട ദ്വാരകാധീശ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ ദർശനം നാളെ കാലത്ത് 6 മണിക്കാണ് നിർമ്മാല്യം തൊഴാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിൽ വന്ന എല്ലാവരും ഇവിടെയാണ് ഇറങ്ങിയേക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും വെച്ചിട്ടുണ്ട്. അമ്പലങ്ങളും അതുപോലെ മണിയുടെ ശബ്ദവും ഒക്കെ നിറഞ്ഞൊരു ഗ്രാമമാണ് ഈ ദ്വാരക എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയാനായിട്ട്, ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമാണെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഫീല് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. നല്ല സുപരിചിതമായൊരു സ്ഥലം എന്ന രീതിയിൽ തന്നെയാണ് എനിക്കിവിടെ വന്നപ്പോൾ ഒരു ഫീല് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരും ടാക്സിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ശരിക്കും ഒരു അമ്പലത്തിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ്. ആ പോകുന്ന പിങ്ക് ഷർട്ടിട്ട പുള്ളിയാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. പുള്ളി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ ചെറിയ രീതിയിൽ പൈസ ഒക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സെറ്റാക്കി. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വെച്ചു. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ നമുക്ക് പോയിട്ട് വേണം മറ്റേ ദ്വീപിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ചാർജ് വരും. അതുകൊണ്ട് നമ്മൾ ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. 10 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റാവുന്നൊരു, ഇരുന്ന് പോകാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. 10 പേർക്ക് ഇരുന്ന് പോവാം. ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ഓട്ടോറിക്ഷയിൽ ചെയ്ത് വെച്ചേക്കുന്നത്.
ബാക്കിൽ 4 പേർക്ക് ഇങ്ങനെ ഇരിക്കാം. അതുപോലെ തന്നെ ഞാനിരിക്കുന്ന ആ ഒരു സീറ്റിൽ ഒരു 4 പേർക്ക് ഇരിക്കാം. പിന്നെ ഡ്രൈവർ അപ്പുറത്തും ഇപ്പുറത്തും 2 പേർക്ക് ഇരിക്കാം. ആ ഫ്രണ്ടിൽ പോകുന്ന ഓട്ടോയിൽ കണ്ടോ, അതാണ് സംഭവം. 10 പേര്, ഡ്രൈവർ അടക്കം 11 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൈക്ക് നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള യാത്രയിൽ ഫസ്റ്റ് നമ്മൾ കണ്ടത് ഈ ഒരു വണ്ടിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലും നമ്മളൊരു സവാരി ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന്. പിന്നെ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള നമ്മുടെ തെങ്ങ് കൃഷി ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. കടലിൻ്റെ തീരമാണ്, അതുകൊണ്ട് തന്നെ വലിയ ഹൈറ്റുള്ള തെങ്ങുള്ള നല്ല കുഞ്ഞി 18 പട്ട പോലുള്ള ആ ഒരു തെങ്ങുകളാണ്. അപ്പോൾ നമ്മൾ ബേദ്വാരകയിലേക്കുള്ള ആ ഒരു തുറമുഖത്ത് എത്തിയിട്ടുണ്ട്, ഓക്ക തുറമുഖം. അപ്പോൾ ഇവിടെ കടലിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീല കളറും നല്ല ശാന്തമായ കടലാണ് ഇവിടെ ഉള്ളത്, കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ മീനുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല ക്ലീൻ വാട്ടർ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം തന്നെയാണ്. മീനുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് ബോട്ടിൽ ഒരു 5-6 കിലോമീറ്റർ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്തിട്ട് വേണം അപ്പുറത്തെത്താനായിട്ട്. ഈ ബേദ്വാരക എന്ന് പറയുന്നത് 11 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ദ്വീപാണ്. ഇതിൻ്റെ പരിസരത്താണ് നമ്മുടെ ദ്വാരകയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയത്. ആ കാലത്ത് മന്ത്രിയായിരുന്ന, ശാസ്ത്ര സാങ്കേതിക മന്ത്രിയായിരുന്ന മുരളി മനോഹർ ജോഷി 2001 മെയ് 19 ഉത്തരവിട്ടു ഈ അവശിഷ്ടങ്ങൾ, ദ്വാരക നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് കടലിൻ്റെ അടിയിൽ ഗവേഷണം നടത്തണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഗുജറാത്തിൻ്റെ ആ ഒരു പടിഞ്ഞാറ് ഭാഗം കടലിലേക്ക് ഒരു 9 കിലോമീറ്റർ മാറി 40 മീറ്റർ താഴെയാണ് കുറച്ച് അവശിഷ്ടങ്ങൾ, ഈ ദ്വാരക നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചത്. അങ്ങനെ ഇതൊക്കെ ശേഖരിച്ച് വെച്ച് ആ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിയം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നത്. ഈ പുരാണങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ മായാനഗരം എന്ന് തന്നെ വേണം പറയാനായിട്ട്, ദ്വാരകേനെ പറയാനായിട്ട്. ഈ ദ്വാരക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആത്മീയ സുഖത്തിലേക്കുള്ള കവാടം എന്നാണ് അതിനൊരർത്ഥം വരുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണപുരി, സ്വർണ്ണദ്വാരിക, ഇങ്ങനെ കുറച്ച് പേരുകളും ഈ ദ്വാരകയ്ക്ക് ഉണ്ട് കേട്ടോ. അത് ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ദ്വീപിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് യാത്രക്കാർ ബിസ്ക്കറ്റുകളും അതുപോലെ തന്നെ കുറച്ച് പൊരി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അത് ഈ വരുന്ന പക്ഷികൾക്ക് കൊടുക്കാനായിട്ടാണ്. അത് വെള്ളത്തിൽ നിന്നും എടുത്ത് കഴിക്കുന്നുണ്ട്, ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് വരെ കൊത്തി കഴിക്കുന്നുണ്ട്. നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ബോട്ട് യാത്രയിൽ കാണാനായിട്ട് പറ്റിയത്. നല്ലൊരു എക്സ്പീരിയൻസും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബേദ്വാരക, ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആ ഒരു വിസിറ്റ് അത് മസ്റ്റാണ്, ആരും അത് മിസ് ചെയ്യരുത്. അത്രയും പുരാതനമായ ഒരു ക്ഷേത്രം കൂടിയാണിത്. 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രവും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല്, അത്രയും പഴമ, നമ്മൾ ഒരിക്കലും പുതിയൊരു കാര്യം അല്ലെങ്കിൽ പുതിയൊരു ക്ഷേത്രം എന്ന രീതിയിലല്ല നമ്മളിവിടേക്ക് പോകുന്നത്. ആ ഒരു പഴമ നിറഞ്ഞ ആ ഒരു ക്ഷേത്രം കാണാനായിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ ഒരു പാലമൊക്കെ കാണാമായിരുന്നു ആ ഒരു ദ്വീപിനകത്ത് കടക്കാനായിട്ടുള്ളത്. ആ ഒരു ഗൂഗിൾ മാപ്പിനകത്ത് കാണാമായിരുന്നു കറക്റ്റായിട്ട്. അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇനി അടുത്ത തവണ വരുമ്പോൾ മിക്കതും നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഈ ഒരു ദ്വീപിലേക്ക് പോകാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വലിപ്പത്തിലുള്ളൊരു പാലം തന്നെയാണ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്, നല്ല ദൂരം നമ്മൾ യാത്ര ചെയ്തു. അങ്ങനെ ഏകദേശം നമ്മൾ കരയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ ബോട്ടിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. പുള്ളി നല്ല പ്രായമായിട്ടുണ്ട്, പക്ഷേ കൊള്ളാം, നല്ല രീതിയിൽ നമ്മളെ സേഫായിട്ട് തന്നെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നെ കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവരോടൊക്കെ എനിക്ക് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ വെച്ചാൽ കടലാണല്ലോ, അപ്പോൾ ചെറിയ ചെറിയ പാറകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു താഴെ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. പുള്ളി കുറച്ചേരായി പറയുന്നു എല്ലാവരോടും ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മളെല്ലാവരും കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്. ഈ ഒരു ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു ഹനുമാൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, കുറച്ചും കൂടി
മാറിപ്പോകണം അങ്ങോട്ടേക്ക്. കുറച്ചധികം ദൂരം പോകാനുണ്ട്, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തന്നെ പോകണം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇടനാഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ ഫുള്ള് ആ പഴമ നിറഞ്ഞ കെട്ടിടങ്ങൾ, ഷോപ്പുകൾ, ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് കാണാനായിട്ട് പഴയതാണ്, നല്ല പഴക്കമുണ്ട് ഈ ഒരു കെട്ടിടങ്ങൾ. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കുറവാണ്, ദ്വീപായതുകൊണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. പിന്നെ ശംഖ് കൊണ്ട് അതുപോലെ കടലിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ വെച്ചുള്ള കുറേ കച്ചവടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നല്ല വിലയുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കരയിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭമെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ദ്വീപായാലും നമ്മൾ ആ തുറമുഖം ആ ഭാഗമായാലും ഈ ഒരു ദ്വാരകയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പശുക്കളെ കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ പശുക്കളുണ്ട്, നമ്മളുടെ അടുത്ത് കൂടെ ഒക്കെ കുറേ എണ്ണം അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിംഗ് എന്ന് പറയാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുന്ന ആ ഒരു ഫീല്, അങ്ങനത്തെ കുറേ ഐറ്റംസുകളാണ് കൂടുതലായിട്ട് ഇവിടെ വെച്ചേക്കുന്നത് വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റുക. അപ്പോൾ ഏകദേശം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ നേരെ കാണുന്നതാണ് അമ്പലത്തേക്കുള്ള കവാടം. ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ ക്യാമറ എടുക്കാനോ അതുപോലെ മൊബൈലിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അവിടേക്ക് പറ്റില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. നമുക്ക് ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗം എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തതിൽ നല്ലൊരു വിഷമമുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷേ ദ്വാരകാധീശ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കും. അത് ഉറപ്പായിട്ടും അവിടുത്തെ പൂജയും ചടങ്ങും എന്താണ്, ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇവിടുത്തെ തൊഴുത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒരു ഗോൾഡൻ ദ്വാരക ഹോളി പാലസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ ഉണ്ട്. അമ്പലമൊന്നുമല്ല, അത് കുറച്ച് ശ്രീകൃഷ്ണൻ്റെ ഒക്കെ സ്റ്റോറി, ആ ഒരു പുരാണ കഥയിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങോട്ട് ജസ്റ്റ് ചെന്നിരുന്നു, നമ്മളകത്ത് കയറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെയും നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പുറത്ത് നമുക്ക് കാണാനൊക്കെ പറ്റും, പക്ഷെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. പിന്നെ ഇവിടെ കുറേ പഴയ കെട്ടിടങ്ങളാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു ഹോളി പാലസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദ്വാരക, ഗോൾഡൻ ദ്വാരക എന്നാണ് അതിൻ്റെ പേര്. അത് പഴയതൊന്നല്ല, പഴക്കമുണ്ടെങ്കിലും അതിപ്പോൾ കുറച്ച് റീനോവേറ്റ് ചെയ്തുള്ള ഒരു സംഭവം തന്നെയാണ്. വലിയ പഴമ എന്ന് പറയാനൊന്നുമില്ല. ഗോൾഡൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളതാണ്, സ്വർണ്ണം എന്നല്ല. അപ്പോൾ അതിലേക്ക് കയറാനായിട്ട് 40 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. പക്ഷെ അത് അമ്പലമൊന്നുമല്ല, വെറുതെ കുറച്ച് പ്രതിമകളും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ അതിൽ കയറിയില്ല നമ്മൾ. അപ്പോൾ നമ്മുടെ യാത്ര ഇനി നേരെ നമ്മൾ പോകാൻ പോകുന്നത്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഗോപി തലാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ ഗോപികമാരുടെ കുളിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രം എടുത്ത് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ഒരു കഥ എല്ലാവർക്കും അറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഗോപി തലാവ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മളുടെ യാത്ര അങ്ങോട്ടാണ്. ഗോപി തലാബ് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് ഇടാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഇതാണ് ആ സ്ഥലം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.